അപ്പൊ ഇന്നത്തെ വീഡിയോ ആമിക്കുട്ടർ അച്ഛൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പൊ വലിയ രീതിയിലൊന്നും കേമാക്കണില്ല. ചെറിയൊരു രീതിയിൽ ഇവിടെ അടുത്ത് റിലേറ്റീവ്സ് ഉണ്ട്, 2-3 വീടുണ്ട്. അപ്പൊ അവർ മാത്രം ഉള്ളൂ. പിന്നെ അപ്പൊ ആമിക്കുട്ടി ഇതാ കിടന്നുറങ്ങാണ് കേട്ടോ. അപ്പൊ ഇന്ന് അവളെ സ്കൂളിലേക്ക് വിട്ടിട്ടില്ല. അവളെ അമ്മായിയും ദൈവപ്പുളും അനിയൊക്കെ വരുന്നുണ്ട് പറഞ്ഞപ്പോ എന്നാ വിടണ്ടാന്ന് വിചാരിച്ചിട്ടോ സ്കൂളിലേക്ക്. പിന്നെ എന്താ അവൾ ഇന്നലെ കുറേ മെനക്കെട്ടിട്ട് ഒരു ചെറിയൊരു കാർഡ് എന്തൊരു സംഭവം പേപ്പറിൽ ചെയ്തിട്ട് അച്ഛന് ബർത്ത്ഡേക്ക് കൊടുക്കാനാണ്, സർപ്രൈസ് ആക്കണം, ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കാണിച്ചു തരാം. അപ്പൊ സമയം എന്താ, ഇപ്പൊ 8:15 സമയം. അങ്ങനെ അപ്പൊ എല്ലാം കൂടി കേക്ക് മുറിക്കൽ ഉണ്ടോന്നൊന്നും അറിയില്ല. ഉണ്ടെങ്കിൽ സദ്യയും എല്ലാം പാടെ ചെറിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ. കുറച്ചെങ്കിൽ അമ്മായി ഇവരൊക്കെ എത്തും. അച്ഛൻ അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തേക്കൊക്കെ പോയി വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ചെറുത് അവിടെ ഉറങ്ങുന്നുണ്ട്. പിന്നെ അച്ഛനുള്ള ഓരോ ഗിഫ്റ്റുകളായിട്ട് ഇങ്ങനെ കൊടുത്തു വിട്ടാ. അങ്ങനെ ഇതാ കാത്തിരുന്ന് ദേവപ്പിൾ അനിയൊക്കെ എത്തി. അവരുടെ വക ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ അവർ എല്ലാവർക്കും ഓരോ മഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കണം. എല്ലാവരും വളരെ രസമാണല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇങ്ങനെ കിട്ടുമ്പോഴല്ലേ എടുക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഇതാ ഉച്ചക്കലേക്കുള്ള ഓരോരോ ഇതുകളാണ് കേട്ടോ. ഞങ്ങൾ പാഴ്സൽ വാങ്ങാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതാ ചോറുണ്ട്, പിന്നെ നെല്ലിക്കക്കറി ഞങ്ങളിവിടെ ഉണ്ടാക്കിയതാണ്, പിന്നെ അവിയലുണ്ട്, പിന്നെ തോരനുണ്ട്, സാമ്പാർ, പിന്നെ സംഭാരം നമ്മൾ ഇഞ്ചിത്തൈര് ഇവിടെ ഉണ്ടാക്കിയത്, പിന്നെ ഇത് അവിടെ നിന്ന് കിട്ടിയ മാങ്ങാക്കറിയാണ് കേട്ടോ. പിന്നെ രസം, പിന്നെ നല്ല അടിപൊളി പാലട പായസം. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പാലട പായസം. പിന്നെ ഇതാ പപ്പടം. അങ്ങനെ ഊണൊക്കെ കഴിക്കുന്നതിന് മുന്നേ എല്ലാവരും പായസം കഴിക്കാൻ തുടങ്ങി കേട്ടോ. പായസം എങ്ങനെയുണ്ട്? അല്ലല്ല വാങ്ങിയത് സൂപ്പർ അല്ലേ. പിന്നെ ഇത് അധികം ആൾക്കാരൊന്നും ഇല്ലെങ്കിലും ആദ്യം പിറന്നാളുകാരന് കൊടുക്കണമല്ലോ. അങ്ങനെ പിറന്നാളുകാരൻ ഊണയിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഇതാ അച്ഛൻ്റെ അനിയനാണ് കേട്ടോ. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ അവർ ഗ്യാങ് ആദ്യം ഊണൊക്കെ കഴിക്കാനിരുന്നു. പിന്നെ അതായത് ഭഗവാന് നമ്മൾ ആദ്യം വിളമ്പി കൊടുക്കുമല്ലോ, അങ്ങനെ വിളമ്പി കൊടുത്താണ് കേട്ടോ. അങ്ങനെതാ അവരൊക്കെ ഊണ് കഴിക്കാൻ തുടങ്ങി. അപ്പുറത്ത് ചെറിയ അവിടെ പിള്ളേർക്ക് ഇലയിൽ എന്താ പറയുക വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ 3 പേര് അവിടെ എത്തിട്ടോ. പിള്ളേരെയൊക്കെ ഒന്നിങ്ങനെ ഒത്ത് കിട്ടണ്ടേ. എല്ലാവരും പാടെ ഓരോ ദിക്കിലേക്ക് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി എല്ലാവരും പാടെ ഒരു ഇതായിരുന്നു. ഒത്ത് കിട്ടി വിളമ്പി ചോറൊക്കെ ഉണ്ട് കഴിയുണ്ട്. അപ്പോഴേക്കും എന്താ ചെറിയ ആൾക്ക് ചുട്ടിക്ക് ചോറൊക്കെ കൊടുത്ത് അവളെ ഉറക്കി കേട്ടോ. അല്ലെങ്കിൽ അവളുടെ കൂടെ വാശി വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി കൊടുത്ത് കഴിച്ച് കഴിയാനുള്ളൊരു തന്ത്രപ്പാടാണ്. എല്ലാവർക്കും പായസം കുടിച്ച കാരണം കൊണ്ട് തീരെ വിശപ്പില്ല കേട്ടോ. പിന്നെ അവരുടെ എല്ലാവരുടെയും ഊണയ്ക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും അമ്മയും ചേച്ചിയായിരുന്നു കേട്ടോ ഊണയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ ഊണയ്ക്കാനായിട്ട്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അരങ്ങേറ്റാണ് കേട്ടോ. ഒക്ടോബർ 9 ഗുരുവായൂർ വെച്ചിട്ടാണ് അരങ്ങേറ്റം. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ കളിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിച്ചു, എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വിചാരിച്ചു എന്നാൽ കരിങ്കല്ലത്താണി അവിടെ ടൗണിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട്. എല്ലാവരും പാടെ അങ്ങനെ ഒത്തുകൂടുമ്പോൾ ഒരു രസമാണല്ലോ. അങ്ങനെ അവിടെ ഒരു കോഫി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ഞങ്ങൾ ബർഗർ, സാൻഡ്വിച്ച്, അങ്ങനത്തെ ഷേക്ക് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത്. അപ്പോൾ എല്ലാവരും പാടെ പോകുമ്പോൾ ഒരു രസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ വെയിറ്റ് ചെയ്തിരിക്കാൻ്റെ ഇടയ്ക്ക് കുറച്ച് സെൽഫിയും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ അനിയുടെ പാദസരം മാറ്റാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനും കൂടിയിട്ടാണ് വന്നത്. കോഫി ബേക്ക് അങ്ങനെ ഞങ്ങളൊരു റോയൽ ഫലൂഡ, പിന്നെ എന്താ ഒരു കോക്കനട്ട് മാംഗോ ഷേക്ക്, ബർഗർ, സാൻഡ്വിച്ച്, മൊയ്റ്റോ അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പം അതൊക്കെ വന്നിട്ടുണ്ട്.
അങ്ങനെ ഇതാ കേക്കൊന്നും മുറിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടേതായ മ്യൂസിക്കിൽ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു കേക്ക് മുറിക്കാൻ കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു കേക്ക് മുറിക്കലോട് കൂടി ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു കേട്ടോ. ചെറിയൊരു ബർത്ത്ഡേയുടെ ഒരു വീഡിയോ ആണ്, എല്ലാവരും പാടെ കൂടിയിട്ടുള്ള ഒരു രസമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.